ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കിഡ്ഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ കാ തൊട്ട് ങ വരെയുള്ള 5 അക്ഷരങ്ങളായിരുന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കിയാലോ? റെഡിയാണോ കൂട്ടുകാര്? എഴുതാം നമുക്ക്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. എന്താണിത്? ചാ. ഇതെന്തക്ഷരാണ്? ഇജ്ജ. ഇതെന്തക്ഷരാണ്? ജാ. ചാ, ഇച്ഛ, ജാ, ഇജ്ജ, ഞാ. അപ്പോ ഇത്രയും ചാ തൊട്ട് ഞാ വരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ചാ തൊട്ട് ഞാ വരെയാണല്ലേ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് വെച്ചിട്ട് 5 വാക്കുകൾ കൂട്ടുകാർ പറയണം. അപ്പൊ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതും. എഴുതിയിട്ട് നമ്മളത് വായിക്കാനായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ വാക്ക് പറഞ്ഞോളൂ. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് എന്ന് പറയണേ. ചാ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ. പറയാവോ? ചക്ക. ആ, ശരിയാണ് കേട്ടോ. ചക്കാന്ന് എങ്ങനെയാടാ എഴുതുന്നേ? ഇങ്ങനെ എഴുതുന്നേ ചക്കാന്ന്. ചാ, ഇക്ക. എങ്ങനെ എഴുതുന്നേ? ചാ, ഇക്ക. എങ്ങനെ വായിക്കും? ചക്ക. എങ്ങനെ വായിക്കുന്നേ? ചക്ക. ചക്ക ഇഷ്ടാണോ? ഇഷ്ടാണോ ചക്ക? വീട്ടിലുണ്ടോ ചക്ക? നല്ല മധുരാണല്ലേ? പഴുത്ത ചക്കയാണോ പച്ചച്ചക്കയാണോ ഇഷ്ടം? എന്തൊക്കെയാ? പഴുത്തയൊക്കെയാണല്ലേ? ആ, ചക്ക പറയൊക്കെ ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? കഴിക്കോ? ആ, അത് കൊള്ളാലോ. അടുത്ത വാക്ക് പറയാവോ? ചാ വെച്ചിട്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ. കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കിയേ. എഴുതാം നമുക്ക്. എന്താണ്? ചേന. എങ്ങനെയാ ചേനാന്ന് എഴുതുന്നേ? എയുടെ ചിഹ്നം ഇട്ടിട്ട് ചേ, നാ. എങ്ങനെ വായിക്കും? ചേന. എങ്ങനെ വായിക്കുന്നേ? ചേന. അടുത്ത വാക്ക് പറയാവോ? 2 വാക്കേ ആയിട്ടുള്ളൂ ആകപ്പാടെ. ചീര. ശ്രദ്ധിച്ചിരിക്കണേ. ചീരാന്ന് എങ്ങനെ എഴുതുന്നേന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ചാ എഴുതി ചീ രാ. എന്താണ്? ചീര. അപ്പൊ എത്ര വാക്കുകൾ കിട്ടി കൂട്ടുകാർക്ക് ചാ വച്ചിട്ട്? ചക്ക. കൂട്ടത്തിൽ പറയ്. ചക്ക, ചേന, ചീര. 3 വാക്കുകൾ കിട്ടിയല്ലേ? അടുത്ത എഴുതാം നമുക്ക്. അടുത്ത വാക്ക് എന്താണ്? ചിരവ. നോക്കിയിരിക്കണേ. ചീ രാ വാ. ചിരവ എന്ന് പറഞ്ഞ എന്ത് സാധനാടാ? ആ, തേങ്ങ ചിരണ്ടുന്ന സാധനാണല്ലേ? കണ്ടിട്ടുണ്ടോ അമ്മമാര് തേങ്ങയെല്ലാം ചിരണ്ടുമ്പോഴത്തേക്കും? കണ്ടിട്ടുണ്ടോ? വാരി കഴിക്കൂല്ലേ? ആ, ചിരവ. അടുത്തൊരു വാക്ക് ചാവച്ചിട്ടൊന്ന് കൂട്ടുകാർ പറഞ്ഞേ. അറിയാവോ? 4 വാക്കേ ആയിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടിയാലേ 5 വാക്കുകൾ ആവത്തുള്ളൂ. അടുത്ത എന്താണ്? ചെടി. ആ, ശരിയാട്ടോ. ചെടിയില് ചേ, എയുടെ ചിഹ്നം ഇടുന്നുണ്ട്. ചാ, ഡാ, വള്ളി. അപ്പൊ എങ്ങനെ വായിക്കും? ചെടി, ചെടി. അപ്പൊ എത്ര വാക്കുകൾ പഠിച്ചു? സാവച്ചിട്ട് എത്ര വാക്കുകൾ കിട്ടി നമുക്ക്? ചക്ക. അക്ഷരം തൊട്ട് തൊട്ട് വായിക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചാ, ഇക്ക. എന്താണ്? ചക്ക, ചേന. എങ്ങനെ വായിക്കും? ചേന. അടുത്ത എന്താടാ? ചീ രാ. എങ്ങനെ വായിക്കുന്നേ? ചീര. അടുത്ത എന്താണ്? ചീ രാ വാ. എങ്ങനെ വായിക്കും? ചിരവ. ശരിയാണോ ഞാൻ പറയുന്നേ? ആണ്. നോക്കിക്കോ. അടുത്ത എന്താണ്? ചെടി. ചേ, ഡാ എഴുതി
ഈടെ വള്ളിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ചെടി. അപ്പോ ചാ വെച്ചിട്ട് നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? 5 വാക്കുകൾ പഠിച്ചു കൂട്ടുകാര്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിക്കേ, പറ്റുന്നുണ്ടോന്നെല്ലാം. ഇതാണോ ചീര? ചായ എഴുതി. ഇതെന്താ? ഈയുടെ വള്ളിയാണ് കേട്ടോ ഇത്. ചീര. ലാസ്റ്റത്തെയോ? ചെടി. ചേ ദാ എഴുതി ഈടെ വള്ളിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മള്. ചെടി അല്ലേ? പറ്റുന്നുണ്ടോ വായിക്കാൻ? ഒന്നുകൂടെ വായിച്ചു തരാം കേട്ടോ. ചക്ക, ചേന, ചീര, ചിരവ, ചെടി. ഓക്കെ അല്ലേ? അടുത്തെഴുതാം നമുക്ക്. ഇച്ഛ വെച്ചിട്ടുള്ള 5 വാക്കുകൾ എഴുതുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. കൂട്ടുകാർക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇച്ഛ വെച്ചിട്ടുള്ള വാക്കുകൾ അറിയാവോ? പറയ്. അച്ഛൻ. ഫസ്റ്റത്തെ തന്നെ കറക്റ്റ് ആണല്ലോ. എന്താണ്? അച്ഛൻ. ഇച്ഛ ഇൻ. എന്താടാ? അച്ഛൻ. അച്ഛൻ. അടുത്ത എന്താണ്? ചായ. നോക്കിയിരിക്കണേ. ചായ ആണോ നമ്മൾ കുടിക്കണ ചായ? അതല്ലല്ലേ. ചായ മുഖം. ചായ എന്താണ്? മുഖം. അപ്പൊ ഇതില് എവിടാടാ ഇച്ഛ വരുന്നത്? എവിടാ വരുന്നത്? ആദ്യം തന്നെ വരുന്നുണ്ടല്ലേ. ഇതിൻ്റെ അകത്തോ? ഇതിൻ്റെ അകത്ത് താഴെയാണ്, രണ്ടാമതായിട്ടാണ് വരുന്നത് അല്ലേ അച്ഛനെന്ന് എഴുതുമ്പോഴത്തേക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. ആദ്യം തന്നെ വരണമെന്നില്ലല്ലേ. ആണോ? ഇച്ഛ. അടുത്തത് നമുക്ക് ഒരെണ്ണം എഴുതിയാലോ. ഛത്രം. ഛത്രം. ഇത്ര എന്താണ്? ഛത്രം. വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഛത്രം. ഓക്കെ അല്ലേ? ഇനി എത്ര വാക്കുകൾ കിട്ടണം? 2 വാക്കുകൾ കൂടെ കിട്ടിയാൽ മതി അല്ലേ? അടുത്ത എഴുതാം നമുക്ക്. ഇച്ഛ. എന്താണ്? ഇച്ഛ. ഇച്ഛ. അടുത്ത ഒരു വാക്കുകൂടെ എഴുതാം. വായിച്ചേ. വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വായിച്ചു തരുമ്പോൾ മാത്രമേ കൂട്ടുകാർക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് അറിയട്ടെ. എന്തക്ഷരാണിത്? താ. തായുടെ കൂടെ ഇതെന്താ? ഊട ചിഹ്നം. അപ്പൊ എങ്ങനെ വായിക്കും? തൂ. തൂവിന്റെ കൂട്ടത്തില് ഈ അക്ഷരം ഏതാ? ഇച്ഛ. ഇത് കൂട്ടി വായിച്ചേ. തുച്ഛം. ശരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ഛ വെച്ചിട്ട് 5 വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. വായിച്ചു നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കണേ. എന്തൊക്കെയാണ്? ഇച്ഛ ഇൻ. എന്താടാ? അച്ഛൻ. അടുത്ത എന്താണ്? ചായ. ചായ. അടുത്ത എന്താണ്? ഇച്ഛ, ഇത്ര, ഛത്രം. വായിക്കാൻ പറ്റുവാ? ഛത്രം. അടുത്ത വാക്ക് എന്താണ്? ഇല്ല. ഇച്ഛ. അടുത്ത വാക്ക് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞല്ലോ, തുച്ഛം. താഴെ എഴുതി ഊന്റെ ചിഹ്നയിട്ട് ഇച്ഛയിട്ട് അമ്മിട്ട്. അപ്പൊ എങ്ങനെ വായിക്കും? തുച്ഛം. വായിക്കാൻ പറ്റുമോ 5 വാക്കുകള്? ഒന്ന് നോക്കിക്കേ, ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക കേട്ടോ. ഏതാണ്? രണ്ടാമത്തെയോ? ചായ. എന്താണ്? ഇതെന്ത് അക്ഷര? ഇച്ഛ. ഇച്ഛയുടെ കൂട്ടത്തില് ആയുടെ ദീർഘ എഴുതുന്നുണ്ട്, യാ എഴുതുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? ചായ. ഛത്രം. ഇച്ഛ. തുച്ഛം. ഓക്കെ അല്ലേ? അടുത്ത എഴുതാം നമുക്ക്. റെഡിയാണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും?
അടുത്തതിലേക്ക് പോവാം. ശരിയേ. അടുത്ത എന്തക്ഷരാണ്? അടുത്തത് ജായാണ്. ജാ വെച്ചിട്ടൊരു വാക്ക് കൂട്ടുകാർക്ക് അറിയാവോ? ഇവിടെ നമ്മുടെ റൂമിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. ജനല്. ആ, ജാ ജാ നാ ഇൽ. എങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കുന്നേ? ജനൽ. ജാ നാ ഇൽ, ജനൽ. അടുത്തൊരു വാക്ക് പറഞ്ഞേ മക്കള്. അടുത്ത എന്താ? നമ്മൾ വെള്ളത്തിന് വേറൊരു വാക്ക് പറയുമല്ലോ ജാ വച്ചിട്ട്. ജലം. ജലം എന്നൊക്കെ എഴുതാൻ സിമ്പിളാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ജാ ലാ അം. എങ്ങനെ വായിക്കുന്നേ? ജലം. എങ്ങനെ വായിക്കുന്നേ? ജലം. അടുത്തൊരു വാക്ക് പറയാവോ? അറിയോ കൂട്ടുകാർക്ക്? ഇനി ജാ വച്ചിട്ട് ജനല് മാത്രമേ അറിയാവുള്ളോ? സാരയില്ല കേട്ടോ, പറഞ്ഞു തരാവേ. അടുത്തത് ജാ നാ അം. എങ്ങനെ വായിക്കും? ജനം. ജാ എഴുതി, നാ എഴുതി, അമ്മിന്റെ പൂജയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ജനം, ജലം, ജനല്. 3 വാക്ക് കിട്ടി. 2 കൂടെ നോക്കണ്ടേ നമുക്ക്? എഴുതാം നമുക്ക്. ജീവി. ജീവി. അടുത്ത എന്താണ്? ഒരെണ്ണം കൂടി എഴുതാം. ജാതി. ജാതി. അപ്പൊ നമുക്ക് ജാ വച്ചിട്ടുള്ള 5 വാക്കുകൾ കിട്ടിയല്ലേ? 5 വാക്കുകൾ കിട്ടി. ഒന്നുകൂടെ വായിച്ചാലോ? ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. ജനൽ. ജാ നാ ഇൽ. എങ്ങനെയാടാ വായിക്കുന്നേ? ജനൽ. അടുത്ത എന്താണ്? ജാ ലാ അം, ജലം. അടുത്ത എന്താണ്? ജാ നാ അം, ജനം. എന്താണ്? ഒന്നുമില്ല, ഇത് ശ്രദ്ധിച്ചിരിക്കട്ടോ. എന്നിട്ട് എഴുതിയെടുക്കാം നമുക്ക്. നോക്കിക്കോ. അടുത്ത എന്താണ്? ജീവി. എങ്ങനെ എഴുതുന്നേ? ജീവി. ജാ എഴുതി, ഈടെ വള്ളിയിട്ട്, വാ എഴുതി, വീണ്ടും ഈടെ വള്ളിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ജീവി. അടുത്ത എന്താണ്? ജാതി. ജാതി. അപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു നമ്മള്? ജാ വെച്ചിട്ട് 5 വാക്കുകൾ പഠിച്ചല്ലേ? പഠിച്ചോ കൂട്ടുകാര്? ഒന്ന് വായിച്ചു നോക്കാവോ? വായിച്ചിട്ട് വായിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പൊ നമുക്കത് വായിച്ച് തരാവേ. ഏതാ വായിക്കാൻ പറ്റാത്തെ? ഏതാ വായിക്കാൻ പറ്റാത്ത? ഇതാണോ? ജീവി. ഞാൻ പറഞ്ഞില്ലേ, ഈയുടെ ചിഹ്നം 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇ ഇ ജി വി. ഓക്കെ. അടുത്ത വാക്ക് എഴുതാം നമുക്ക്. റെഡിയാണോ? ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത എന്താണ്? ഈ അക്ഷരം എന്താണ്? ജാ. എന്തക്ഷരാണ്? ചാ, ഇച്ച, ജ, ഇജ. ഇജ വെച്ചിട്ടൊരു വാക്ക് എഴുതട്ടെ നമുക്ക്. ജ രാ, ജര. വെച്ചിട്ട് വാക്കുകൾ കുറവാണല്ലേ? നമ്മൾ അധികം യൂസ് ചെയ്യാത്ത വാക്കുകളാണ് ഇതൊക്കെ. ജര. അടുത്ത എന്താണ്? ജഷം. ജ ഷ അം, ജഷം. അപ്പുറത്തെ ഞാ വെച്ചിട്ടുള്ള വാക്കുകളും കൂടെ അവിടെ തന്നെ എഴുതാന്ന് ഓർത്തിട്ടാട്ടാ ചെറുതാക്കി എഴുതണത്. വായിക്കാൻ പറ്റുമോ കൂട്ടുകാർക്ക്? പറ്റുന്നുണ്ടോ? അടുത്ത എന്താണ്? ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അമ്മിട്ട് എഴുതാം നമുക്ക്. ജ രാ അം, ജരം, ജഷം, ജര. ഇനി 2 വാക്കുകൂടെ കിട്ടണ്ടേ? കൂട്ടുകാർ പറഞ്ഞേ. അറിയാമോ ആർക്കെങ്കിലും? ആർക്കും അറിയത്തില്ലേ? ആർക്കും അറിയത്തില്ലല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ജ ഇങ്ക രം, ജങ്കാരം. നമുക്ക് ഞാൻ എവിടെ എഴുതാൻ പറ്റില്ല, താഴെ എഴുതാൻ കേട്ടോ. അവിടെ സ്ഥലം ഇല്ലടാ, അതുകൊണ്ടാണ് കേട്ടോ. ജങ്കാരം. അടുത്ത എന്താണ്?
ജാൻസി, അതൊരു പേരാണല്ലേ. ജാൻസി. വായിക്കാം നമുക്കൊന്നുകൂടി. എന്തൊക്കെയാണ്? ജര, ജഷം, ജരം, ജങ്കാരം, ജാൻസി. അക്ഷരങ്ങൾ ഓരോന്നായിട്ട് നോക്കിയെടുക്കാം നമുക്ക്. ജ, ര. എങ്ങനെ വായിക്കും? ജര. ജ, ഷ, അം. എങ്ങനെ വായിക്കും? ജഷം. അടുത്ത എന്താണ്? ജ, ര, അം. ജരം. അടുത്ത എന്താടാ? ജ, ഇങ്ക, ര, അം. ജങ്കാരം. കൂട്ടുകാർക്ക് ആ വാക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണോ ആരും മിണ്ടാതിരിക്കുന്നേ? എഴുതി വരുമ്പോ ശരിയാവും കേട്ടോ. ഇതെന്താണ്? ഇതൊരു പേരാണ്. ഝാൻസി റാണി. റാണി നമ്മൾ എഴുതിയിട്ടില്ല കേട്ടോ, ഇവിടെ ഝാൻസി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അത് നമുക്ക് ഒന്നുകൂടെ എടുക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. അത് മാത്രമായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഞാൻ പഠിക്കാം ഇപ്പോൾ. എല്ലാവരും എന്താ ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ ഇരിക്കണ? പഠിക്കാൻ കഴിയൂലേ ആർക്കും? ഇതെന്തക്ഷരാണ് ലാസ്റ്റത്തെ? ഞാൻ വെച്ചിട്ട് ഇനി ഒരു 5 വാക്കുകൾ ഇങ്ങോട്ടൊന്ന് പറയണേ. പറയുവോ? ഞാൻ വെച്ചിട്ട് അറിയാവോ? ഞാൻ. ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഞായാണല്ലേ വരുന്നത്. ഞാൻ. അങ്ങനെ പറയുമ്പോൾ ഞായാ വരുന്നത്. അടുത്ത എന്താണ്? എന്തക്ഷരാണത്? കൂട്ടിയൊന്ന് വായിച്ചേ. ഞാവൽ. കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാർ ഞാവൽപ്പഴം? ഞാവൽപ്പഴത്തിന്റെ കളർ എന്താണ്? മുന്തിരി കളർ. മുന്തിരി പോലെ ഇരിക്കുന്ന സാധനം ഇല്ലേടാ, അതാണല്ലേ ഞാവൽ. അടുത്ത എന്താണ്? പറയാവോ ഒരു വാക്ക്? ഞണ്ട് കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാര്? ഞണ്ട് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലേ? ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റ് ആണത്. കഴിച്ചിട്ടുണ്ടോ? വേണ്ടാ? ഞണ്ട്. അടുത്തൊരു വാക്ക് പറയട്ടെ ഞാന്. ഞായർ. ഒരു വാക്ക് കൂടെ എഴുതണ്ടേ നമുക്ക്? നമ്മളെല്ലാം 5 വാക്ക് വെച്ചാണല്ലേ പഠിച്ചത്. ഒരു വാക്ക് എന്താ ഇനി ഞാൻ വെച്ചിട്ട്? അറിയോ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും? ഞാൻ വെച്ചിട്ട് എന്ത് വാക്കാണ്? ഞാൻ എഴുതി, ഞാവൽ എഴുതി, ഞണ്ടെഴുതി, ഞായർ എഴുതി. ഒരെണ്ണം കൂടി പറയാവോ? ഞങ്ങളെന്ന് എഴുതുമ്പോഴത്തേക്കും ഞായായിട്ടോ ഉപയോഗിക്കുന്നേ. ഞങ്ങൾ. പൊക്കത്തെ എഴുതട്ടെ, സ്ഥലമില്ലടാ താഴത്ത്. ഞങ്ങൾ. അപ്പോ ഞാൻ വെച്ചിട്ട് നമ്മൾ 5 വാക്കുകൾ എഴുതിയല്ലേ? അക്ഷരങ്ങളെ നോക്കി വായിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ്? ഞങ്ങൾ. അടുത്ത എന്താണ്? എങ്ങനെ വായിക്കും? ഞാൻ. അടുത്ത എന്താണ്? എങ്ങനെ വായിക്കുന്നേ? ഞാവൽ. നോക്ക്, അടുത്ത എന്താണ്? ഞണ്ട്. എങ്ങനെ വായിക്കുന്നേ? ഞണ്ട്. അടുത്ത എന്താണ്? ഒരെണ്ണം കൂടി ഉണ്ട്. ഞായർ. ഓക്കെ ആണോ? കൂട്ടുകാർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ചാ തൊട്ട് ഞാ വരെ 5 വാക്കുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ചാ തൊട്ട് ഞാ വരെ എത്ര വാക്കുകൾ പഠിച്ചു? 5 വാക്കുകൾ പഠിച്ചല്ലേ? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കോ ഇതൊന്ന്? എഴുതിയെടുക്കാൻ പറ്റുമോ? ഒന്നുകൂടെ വായിക്കണോ ആദ്യം തൊട്ട്? വായിച്ചു തരാം കേട്ടോ. ചാ വെച്ചിട്ട് നമ്മൾ എത്ര വാക്കുകൾ എഴുതി? 5 വാക്കുകൾ. ചക്ക. ഒപ്പം പറയോ? ചക്ക. ചക്ക. ചേന. ചീര. അടുത്ത എന്താണ്? ചിരവ. ചെടി. എന്താണ്?
ചെടി. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഇച്ച. അച്ഛൻ. കൂട്ടത്തിൽ പറയ്. അച്ഛൻ. ചായ. ചായ. ഛത്രം. ഛത്രം. ഇച്ച. ഇച്ച. തുച്ഛം. തുച്ഛം. ചാ വെച്ചിട്ടുള്ള വാക്കുകൾ പഠിച്ചല്ലേ? ഇനി അടുത്ത എന്താണ്? ജായാണ്. എന്താണ്? ജനൽ. ജനൽ. ജലം. ജലം. ജനം. ജനം. ജീവി. ജീവി. എന്താ ഇത്? ജാതി. ജാതി. അടുത്ത അക്ഷരം എന്താണ്? ഇജ്ജ. ജര. ജഷം. ജരം. ജങ്കാരം. ജാൻസി. അടുത്തത് ഞാ വെച്ചിട്ടുള്ള വാക്കുകളാണല്ലേ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ. ഞാൻ. ഞാവൽ. ഞണ്ട്. ഞായർ. കഴിഞ്ഞില്ലേ? കൂട്ടുകാരെ എഴുതിയെടുക്കുക കേട്ടോ. 2 ലൈനിലോട്ട് എഴുതിയെടുത്തോ വാക്കുകളും അതിൻ്റെ 5 അക്ഷരങ്ങളുമായിട്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എല്ലാവരുടെയും ബുക്ക് ചെക്ക് ചെയ്യും കേട്ടല്ലോ. എഴുതിക്കൊണ്ട് വരുവാ. അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.